സംസ്ഥാനത്ത് നിപ്പയിൽ ആശ്വാസം. ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 3 പേരുടെ ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. അതേസമയം ഉറവിടത്തിന്റെ കാരണം കണ്ടെത്താൻ കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. റിപ്പോർട്ടിലേക്ക്. നിപയുമായി ബന്ധപ്പെട്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 3 പേരുടെ ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. നിലവിൽ രോഗം ബാധിച്ചാൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. മെഡിക്കൽ കോളേജിലെ യോഗത്തിൽ പങ്കെടുത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി. തുടർന്ന് കോഴിക്കോട് നിപ കൺട്രോൾ റൂം സന്ദർശിച്ചു. മന്ത്രി AP അനിൽകുമാറും ഇവിടെ എത്തിയിരുന്നു. നിപ കൺട്രോൾ റൂമിൽ നിന്ന് കണ്ടെയ്ൻമെന്റ് സോണിലെ ആളുകളെ വിളിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് MLA PA മുഹമ്മദ് റിയാസ് നിപ കൺട്രോൾ റൂമിന് മുന്നിൽ പ്രതിഷേധിച്ചു. കളക്ടറെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞപ്പോഴേക്കും വകുപ്പ് തല അനുമതിയില്ലെന്ന് പറഞ്ഞതോടെ MLA കാരണം വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അകത്തേക്ക് വിളിപ്പിച്ച് സംസാരിച്ചുവെങ്കിലും മന്ത്രിയുടെ അനുമതിയില്ലെന്ന് അറിഞ്ഞതോടെ മടങ്ങി പോവുകയായിരുന്നു. ജനങ്ങളുടെ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ ഇവിടുന്ന് ഫോൺ ചെയ്യണം. ഫോൺ ചെയ്യൽ കുറവാണ്. ഇവിടുന്ന് ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു. MLA എന്നുള്ള നിലയിൽ നമ്മളും ജനങ്ങളോട് സംസാരിക്കാമല്ലോ. അല്ലാതെ തന്നെ ആളുകൾ സംസാരിക്കുന്നുണ്ടല്ലോ. അതിവിടെ ഇരുന്ന് സംസാരിക്കാൻ ഒരു 3-4 ആളെ വിളിക്കാൻ പറഞ്ഞാൽ അങ്ങനെ വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിക്കാൻ ആളുകൾക്കിടെ നമ്മൾ ആരോഗ്യവകുപ്പിനോടൊപ്പം നിൽക്കണം എന്ന് പറയാനല്ലേ വിളിക്കുന്നത്. ധൈര്യം കൊടുക്കാനല്ലേ വിളിക്കുന്നത്. ഒരു മണ്ഡലത്തിലെ MLAക്ക് ഒരു കഴിഞ്ഞ ഇപ്പൊ വന്ന ഘട്ടത്തിലൊക്കെ അങ്ങനെ വിളിച്ചിട്ടില്ലേ? ഹൈറിസ്ക് വിഭാഗത്തിൽ 16 പേരും ലോ റിസ്കിൽ 67 പേരും ഉൾപ്പെടെ നിലവിൽ 87 പേരാണ് പട്ടികയിലുള്ളത്. നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരെയും ദിവസം 2 നേരം കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിപ റിപ്പോർട്ട് ചെയ്യുന്ന രാമനാട്ടുകര നഗരസഭയിലെ 5ാം ഡിവിഷനിലുള്ള 286 വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ സർവേ നടത്തി. പനിയുള്ള 12 പേരെ കണ്ടെത്തി. എന്നാൽ നിപയുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ ഇവരിൽ കണ്ടെത്തിയിട്ടില്ല. രാമനാട്ടുകര നഗരസഭയിൽ ഇന്നും RRT യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. അമൃത ന്യൂസ്, കോഴിക്കോട്.